പത്തനംതിട്ടയിൽ തോമസ് ഐസക് മത്സരിക്കാൻ എത്തിയപ്പോൾ കൂടെ വിവാദങ്ങളും ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ ഒന്നും ചെയ്യാതെ പത്തനംതിട്ടയിലേക്ക് ഒളിച്ചോടി വന്നു മത്സരിക്കുന്നു എന്നായിരുന്നു എതിർ ക്യാമ്പിന്റെ ആരോപണം. ഇത് നേരിടാൻ ഇടതുപക്ഷം കടത്തിയ മാർഗമാണ് ആലപ്പുഴക്കാരെ പത്തനംതിട്ടയിൽ ഇറക്കി പ്രചാരണം നടത്തുക എന്നത്. തോമസ് ഐസക്കാണ് കേരളത്തെ കടക്കണിയിലാക്കിയതെന്നും ആലപ്പുഴയിൽ മത്സരിച്ച് മന്ത്രിയായിട്ടും മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് പറഞ്ഞ ഐസക് അവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്നുമായിരുന്നു UDF NDA ക്യാമ്പുകളുടെ പ്രധാന പ്രചാരണം. ഈ പ്രചാരണത്തിന് മറുപടി പറയാൻ അവസാന അടവ് എടുത്തിരിക്കുകയാണ് ഇടതുപക്ഷം. വർഷം ഞങ്ങളുടെ MLA മന്ത്രിയൊക്കെ ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ സാർ പത്തനംതിട്ടയിൽ മത്സരിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. സാറിനൊരു അവസരം കൊടുത്താൽ വലിയ മാറ്റം നമുക്ക് പത്തനംതിട്ടയിൽ ഉണ്ടാക്കാൻ പറ്റും. ആലപ്പുഴ മാരാരിക്കുളത്തെ CPIM പ്രവർത്തകരും പാലിയേറ്റീവ് കെയർ പ്രവർത്തകരുമാണ് തോമസ് ഐസക്കിന് വോട്ട് തേടി പത്തനംതിട്ടയിലെത്തിയത്. എതിർമുന്നണികളുടെ വാദങ്ങൾക്കൊന്നൊന്നായി മറുപടി നൽകുന്ന രീതിയിൽ നോട്ടീസ് നൽകിയും വോട്ട് അഭ്യർത്ഥിച്ച് ആലപ്പുഴക്കാർ പ്രചാരണം ഏറ്റെടുത്തിരിക്കുകയാണ്. കടമൊന്നുമില്ലല്ലോ. കേരളത്തിൽ ഇന്ത്യയിൽ ആകെ കടയെടുത്ത് നോക്കിക്കോ. കേരളം 9ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ട്. കേരളം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 7 വർഷക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വന്നിട്ടുള്ള സ്കൂളുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ആരോഗ്യ സ്ഥാപനങ്ങളിൽ, റോഡുകളിൽ എല്ലാം വന്നിട്ടുള്ള മാറ്റം ഇതിൻ്റെ ഭാഗമാണ്. LDF ഗവൺമെൻറ് സംഭാവനയാണ്. മൊത്തം 121 കേസെടുത്തിട്ടുള്ളതിൽ 115 കേസും പ്രതിപക്ഷത്തിനെതിരായിട്ടാണ് എടുത്തിട്ടുള്ളത്. ED വരുന്നു എന്ന് എന്തുകൊണ്ടാണ് കോടതി പോലും പറഞ്ഞില്ലേ? ഇപ്പോൾ ED ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ഐസക്കിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. ഐസക്ക് ഹാജരാകേണ്ട കാര്യമില്ല എന്നാണ് ED പറഞ്ഞിരിക്കുന്നത്. കോടതിക്ക് മേലിലല്ലോ നമ്മളെല്ലാവരും. ആലപ്പുഴ മാരാരിക്കുളം മണ്ഡലങ്ങളിൽ MLA ആയിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പത്തനംതിട്ടയിലെ വോട്ടർമാർക്ക് മുമ്പിൽ നിരത്തിയാണ് പ്രചാരണം. മറുചോദ്യങ്ങളും അഭിപ്രായങ്ങളും ഉയരുന്നുണ്ടെങ്കിലും മറുപടി പറഞ്ഞാണ് പ്രവർത്തകർ മുന്നേറുന്നത്. പത്തനംതിട്ടയിൽ ഐസക് വിജയിക്കുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. വരും ദിവസങ്ങളിലും സസ്പെൻസായി ചിലർ പത്തനംതിട്ടയിലെത്തി പ്രചാരണം നടത്തുമെന്നും ഇടതു ക്യാമ്പ് പറയുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം അടുക്കുംതോറും മുന്നണികൾ വോട്ട് നേടാൻ നടത്തുന്ന അടവ് നയങ്ങളും ശ്രദ്ധേയമാണ്. സന്തോഷ് നിലയ്ക്കൽ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.